ഇതാണ് സംസ്ഥാന സർക്കാർ 6 വർഷം മുൻപ് വിഭാവനം ചെയ്ത ഫ്ളാറ്റ് സമുച്ചയ പദ്ധതി. പയ്യന്നൂർ നഗരസഭയിലെ കോറോത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും 6 വർഷമായിട്ടും ഇതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ 44ഓളമാണ്. 2020 വലിയ വാർത്താ പ്രാധാന്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണിത്. എന്നാൽ ഉദ്ഘാടന പൊലിമ കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ അന്തിയുറങ്ങാൻ ഒരിടം തേടി കാത്തിരിക്കുന്ന പാവപ്പെട്ട ഗുണഭോക്താക്കളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് അധികൃതർ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. നഗരസഭാ പരിധിയിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ 44 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കുക എന്നതായിരുന്നു ലൈഫ് മിഷന്റെ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ ഈ പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി തുടങ്ങി പ്രാരംഭഘട്ടത്തിൽ ചില പ്രവൃത്തികൾ നടന്നതൊഴിച്ചാൽ പിന്നീടിങ്ങോട്ട് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഞാൻ എന്നൂരാണ് താമസിക്കുന്നത്. 6 വർഷമായി ഇവിടെ വന്നിട്ട് വാടകയ്ക്കാണ്. അപ്പോൾ ഇവിടെ വന്നാടെ ഞാൻ ലൈഫ് മിഷൻ്റെ പദ്ധതിക്ക് ഇതിൽ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തതാണ്. ഇതുവരെ അതിനൊരു പുരോഗതി വന്നിട്ടില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. 3 മക്കളാണ്, ഭർത്താവില്ല. ഇപ്പോഴാണെങ്കിൽ കാലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പണിക്ക് പോകാനും പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ചന്ദ്രമതി എന്നാണ്. അപേക്ഷ കൊടുത്തിട്ട് കുറേ കാലമായി. ഇതുവരെ ഒരു നടപടിയും കിട്ടിയില്ല. എനിക്ക് സ്വത്തോ കാര്യമോ ഒന്നുമില്ല. അനിയൻ്റെ കൂടെ താമസിക്കുന്നത്. അതിന് വേണ്ടുന്ന നടപടി ഇത്രയും പെട്ടെന്ന് കിട്ടുമെങ്കിൽ തരണമെന്ന് അപേക്ഷിക്കുന്നു. നിലവിൽ ഫ്ളാറ്റ് സമുച്ചയത്തിനായി നിർമ്മിച്ച കോൺക്രീറ്റ് തൂണുകൾ മാത്രമാണ് കോറോത്തെ പദ്ധതി പ്രദേശത്തുള്ളത്. ഈ മഴക്കാലത്തും തൂണുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ജനങ്ങൾക്ക് വീട് നൽകാൻ പറ്റിയില്ലെങ്കിലും അധികൃതർ മനസ്സ് വച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ഫ്ളാറ്റ് സമുച്ചയ സ്ഥലത്ത് ഒരു മത്സ്യകൃഷി പദ്ധതി തുടങ്ങാൻ പറ്റിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വർഷങ്ങളായി നിർമ്മാണം നിലച്ചതോടെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് തൂണുകളിലെ കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. നിർമ്മാണ സാമഗ്രികൾ നശിക്കുന്നതിലൂടെ വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ സാങ്കേതിക തടസ്സങ്ങളും ഫണ്ടിന്റെ ലഭ്യതക്കുറവും നിർമ്മാണ ഏജൻസിയുമായുള്ള തർക്കങ്ങളുമാണ് പദ്ധതി വൈകാൻ കാരണമായി അധികൃതർ നിരത്തുന്ന പതിവ് ന്യായങ്ങൾ. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് നഗരസഭാ അധികൃതർ ജനങ്ങൾക്ക് പലതവണ ഉറപ്പു നൽകിയെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല. ഇതിനിടയിൽ കോറോത്തെ ഈ ലൈഫ് പദ്ധതി തന്നെ ഇനി മുന്നോട്ടു പോകില്ലെന്ന തരത്തിലുള്ള ശക്തമായ സൂചനകളും പുറത്തുവരുന്നുണ്ട്. അനിതയെയും ചന്ദ്രമതിയെയും പോലെ കഴിയുന്ന 44 കുടുംബങ്ങൾക്ക് അത്താണിയാകുമെന്ന് വിശ്വസിപ്പിച്ചാണ് പലരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചത്. എന്നാൽ ഇതുവരെ പ്രവൃത്തി പുനരാരംഭിക്കാനോ നടപടികൾ പൂർത്തിയാക്കാനോ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.